പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തും പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡ്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന വാചകത്തോടെയാണ് കടമ്പൂർ ആടൂരിൽ ഫ്ലെക്സ് ഉയർന്നത്. തിരുത്തേണ്ട പാഠഭാഗങ്ങൾ ഉണ്ട് എന്ന പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ വാചകവും ഫ്ലെക്സിലുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു വിശദാംശങ്ങളുമായി. അർജുൻ, വലിയ തോൽവി കൊണ്ട് പാർട്ടി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണ്. മുതിർന്ന നേതാക്കളും മുതിർന്ന നേതാക്കളുടെ മക്കളും ഒക്കെ പരസ്യമായി തന്നെ പാർട്ടിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പാർട്ടിയെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നു, അതും ധർമ്മടത്ത്. തീർച്ചയായിട്ടും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എങ്ങനെയാണ് തോൽവി സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകളും പഠനങ്ങളും തിരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നുള്ള ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇതിന് ഒരു കൃത്യമായ രാഷ്ട്രീയ പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ CPM-ന്റെ ഒരു ആഭ്യന്തര രാഷ്ട്രീയ കാര്യത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഉയരുന്ന ഫ്ലെക്സ് ബോർഡുകൾക്ക് പിന്നിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ അധികാര കയ്യിലിരിക്കുന്നതിനൊക്കെ ഭാഗമായിട്ടാണ് പി ജയരാജനെ ഒതുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഒതുക്കിയത് എന്നുള്ള വികാരം പി ജയരാജനെ സ്നേഹിക്കുന്ന ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നേരത്തെ തന്നെ ഉള്ള ഒരു വികാരമാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നേതൃത്വം നൽകിയിട്ടുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായ ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി ഇപ്പോൾ പി ജയരാജൻ വന്നാൽ മാത്രമേ ഒതുക്കിയതൊരു കാര്യമില്ല, കൂടുതൽ സജീവമായി പരിഗണിച്ചതുകൊണ്ടേ കാര്യമുള്ളൂ എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം പി ജയരാജന്റെ അനുകൂലികൾ പരസ്യമായി ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്. എന്തായാലും CPM-നകത്ത് CPM-ന്റെ താഴെ തട്ടിലുള്ള അണികൾക്കിടയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു വികാരം നേതൃമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ആവശ്യം ഉയരുകയാണ്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾക്ക് ഭാഗമാണ് ഇപ്പോൾ ഉയരുന്ന ഈ ഫ്ലെക്സ് ബോർഡുകൾ. അതിൽ എഴുതിയിട്ടുള്ള വാചകം ഇങ്ങനെയാണ്: പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ, തിരുത്തേണ്ട പാഠഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുമ്പോഴുള്ള ജീർണതകൾ അത് പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് കഴിഞ്ഞ ദിവസം പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള വാചകങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ, ചില ബോർഡുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ബോർഡും ഫ്ലെക്സും ഒക്കെ കൂടുതലായി ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും CPM-ന്റെ യോഗങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, തെറ്റ് തിരുത്താൻ ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നു. അതേസമയം തന്നെയാണ് നേതൃമാറ്റ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴേക്കിടയിലുള്ള പ്രവർത്തകർ അണികളുടെ ഭാഗത്ത് ഇത്തരം ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടാവുന്നത് എന്നതാണ് ഈ സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ശരി.